പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു മസാലക്കൂട്ടാണ് ഇതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലായിട്ടുള്ള മസാലക്കൂട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന കടലക്കറി എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ കടലക്കറിയുടെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് കടല നല്ലപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ടിരുന്നു. ഒരു 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടാൻ വച്ചിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരണം. അപ്പോൾ കടല ശരിക്കൊന്ന് കഴുകിയെടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുക്കറിൽ എന്തോരം വിസിൽ വേണം കടല വേവാനുള്ളതനുസരിച്ചിട്ട് നിങ്ങളെങ്ങനെയാണ് വേവിക്കുന്നതനുസരിച്ചിട്ട് അതുപോലെ വേവിച്ചെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊരു 2-3 വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ കടല വേകുന്ന സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ഡ്രോപ്പ് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2 പിടി തേങ്ങ ചിരകിയതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഈ തേങ്ങ നമുക്ക് ചെറുതായിട്ടൊന്ന് വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ പെരിഞ്ജീരകം കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ പെരിഞ്ജീരകവും കൂടെയും ചേർത്തിട്ടാണ് വറുക്കുന്നത്. നല്ലപോലെ ചെറിയ ചൂടിലിട്ടിട്ട് എല്ലായിടും ഒരുപോലെ മൂക്കാൻ പാകത്തിന് വേണം വറുത്തെടുക്കാനായിട്ട്. കളർ ഇങ്ങനെ ചെറുതായിട്ട് മാറി തുടങ്ങുന്ന സമയത്ത് ഞാനതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെളുത്തുള്ളിയോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊന്ന് കളർ ശരിക്കും മാറ്റിയെടുക്കുക. അതിന് ശേഷം അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ശരിക്ക് പൊടികളുടെ പച്ചമണം പോകുന്നവരേക്കൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. അതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. ചട്ടിയിൽ തന്നെ ഇരുന്നാൽ അതിൻ്റെ ചൂടിൽ വ്യത്യാസം വരും. അതുകൊണ്ട് വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുവാണ്. അതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് ഈ തേങ്ങ വറുത്തത് ഒന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കണം. ചൂടാറി കഴിയുമ്പം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ആ പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഡ്രോപ്പ് കൂടെ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സവാള ചോപ്പ് ചെയ്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതൊന്ന് സവാള ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളക് നെടുകെ മുറിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പച്ചമുളകും സവാളയും കൂടെയും ശരിക്കും ഒന്ന് വാട്ടിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴറ്റിയിട്ടൊന്ന് കളർ ചെറുതായിട്ടൊന്ന് മാറുന്നവരേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം. സവാളയും പച്ചമുളകും ശരിക്കൊന്ന് കളറൊന്ന് വാടി എരിവെല്ലാം ഉള്ളിലേക്ക് പിടിക്കുന്നവരേക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇതുപോലെ ഇത്രയും വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന കടല ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. കടല ശരിക്കും വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈവച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പം ശരിക്കും ഇതുപോലെ ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കടല വേവിച്ച വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ കടലയോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ ഒരു മസാലക്കൂട്ട് അരച്ച് വെച്ചിരുന്നു. തേങ്ങയും മസാലയും എല്ലാം കൂടെയും ചേർത്തിട്ടൊരു മസാലക്കൂട്ട് അരച്ച് വെച്ചിരുന്നു. അതും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾക്ക് മിക്സിയിൽ വെള്ളം പാകത്തിനാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഗരം മസാലയും നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതും ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം വെള്ളം പാകത്തിനാക്കിയിട്ട് നല്ല കുറുകിയ ചാറാക്കി എടുക്കാനായിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് തിളച്ച് കിട്ടാനായിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കണം കേട്ടോ. ഇപ്പോൾ കടലക്കറി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല കുറുകിയ ചാറിൽ കറി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കടുക് വറുക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് ശരിക്കും ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം വേണം ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കുക്കിംഗ് ഓയിലിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ശരിക്കൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം വേണം അതിലേക്ക് ഞാനിപ്പോൾ ഒന്നുമില്ലേ ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തായാലും മതി. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അരപ്പിടിയോളം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ശരിക്കൊന്ന് മൂത്ത് കിട്ടണം. ഉള്ളി ശരിക്കൊന്ന് മൂത്ത് നല്ലപോലെ എണ്ണയിൽ ശരിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ അതാണ് നല്ല കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഉള്ളി ശരിക്കൊന്ന് മൂക്കുന്നവരേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉള്ളി ശരിക്കൊന്ന് മൂത്ത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ശരിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉള്ളി ഇങ്ങനെ നല്ലപോലെ മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെയും ചേർത്ത് കൊടുക്കണം. ഉള്ളി ശരിക്കൊന്ന് മൊരിയാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉള്ളി ശരിക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക്
ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മുളക്, കറിവേപ്പില അതെല്ലാം എന്തോരം ധാരാളം ചേർക്കുന്നോ അത്രയും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ 2 തണ്ട് കറിവേപ്പിലയും 2-3 ചുവന്ന മുളക് മുറിച്ചതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതും ശരിക്കൊന്ന് പച്ചമണം പോകുന്നവരേക്കും, മുളകും കറിവേപ്പിലയും പച്ചമണം പോകുന്നവരേക്കും ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾക്കിത് കറിയിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ കടുക് വറുത്തിരിക്കുന്നതും ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കടലക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സവാള വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുറുകുന്ന ടൈപ്പിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ഈ കടുക് വറുക്കുന്ന സമയത്തല്ല, നേരത്തെ ആദ്യം സവാള വഴറ്റിയ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ പുട്ടിനായതുകൊണ്ട് ഞാൻ ഇവിടെ തക്കാളിയൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കടലക്കറിയുടെ റെസിപ്പി. നല്ല എളുപ്പത്തിൽ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടിലാണ് ഇത് തയ്യാറാക്കിയെടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതുപോലത്തെ കടലക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല കുറുകിയ ചാറിൽ, ഇപ്പോൾ പുട്ടിനായതുകൊണ്ടാണ് കുറച്ച് വെള്ളം കൂടുതലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കുറുകിയ ചാറിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ കാണുന്നവരേക്കും താങ്ക്